ഈയിടെയായിട്ട് എനിക്ക് നിന്നോട് കുറെ ഇഷ്ടമൊക്കെ തോന്നി തുടങ്ങിയിട്ടുണ്ട്. നീ അങ്ങനെ ഊന്നൊന്നും പറയണ്ട. അതുകൊണ്ട് ഞാനത് നിന്നെ പ്രണയിച്ചാലോ എന്നൊന്ന് ആലോചിക്കണം. സ്വന്തമായിട്ട് ആലോചിച്ചാ മതിയോ? അതെന്താ സ്വന്തമായിട്ട് ആലോചിക്കാൻ പാടില്ലേ? അല്ല, ആലോചിച്ചോളൂ. അതിന് എനിക്ക് ഇൻട്രസ്റ്റ് ഉണ്ടോ എന്ന് ചോദിക്കണ്ടേ? എനിക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ നീ പറ. ഇല്ല. അല്ല, അങ്ങനെ പറയാം. ഞാൻ ഫുൾ ഡയലോഗ് നിന്നോണ്ട് പറയണം, വിക്രം ബെഡ് ഇരുന്നു. ഞാൻ പറഞ്ഞു ഞാൻ ദേഷ്യപ്പെടുമ്പോ ആരും ആ ദേഷ്യം അറിയാറില്ല. അപ്പൊ ഞാൻ പറയും ദേഷ്യമാണ് പെടുന്നത്. ചോദ്യം ചോദിച്ചു എന്റെ തൊണ്ടയ്ക്കൊന്നും ഒരു ഞാൻ കുറച്ച് വെള്ളം കുടിച്ചു. വെള്ളം കിട്ടാൻ അതെന്താ സംസാരിക്കാൻ പറ്റാത്ത ശ്വാസം മുട്ടുണ്ടോ? ഇപ്പൊ ഞാൻ ഇന്റർവ്യൂവിന്റെ ഇടയിലാണ്. എന്റെ മാപ്പിളയായിട്ട് ചെറിയ വിഷയമായിട്ട് ഇരിക്കുകയാണ്. നമ്മളെ വീട്ടിൽ എന്നും മുട്ട ആവിക്കും കേട്ടോ, മുട്ട ആവിക്കും. പക്ഷെ മഞ്ഞക്കറി പുള്ളി എനിക്ക് തരത്തില്ല, പുള്ളി തിന്നും. എനിക്കാണെങ്കിൽ മഞ്ഞക്കറി എന്ന് വെച്ചാൽ ജീവനാണ് കേട്ടോ. ഒരു ചേച്ചി വിചാരിച്ച എന്റെ മഞ്ഞക്കറി ഒരു തീരുമാനം ഉണ്ടാക്കി തരാൻ പറ്റുമോ? നമുക്ക് ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് നടക്കണം, അല്ലെങ്കിൽ പിന്നെ നമ്മുടെ ടൈമിന് വാല്യൂ ഉണ്ട്. എനിക്ക് ആ 2 ദിവസം പല കാര്യങ്ങളും ചെയ്യാണ്ടാവും. അതെ, അത് ലാസ്റ്റ് മിനിറ്റ് ആണ് ഷൂട്ട്, അങ്ങനെ ടെക്നിക്കൽ ഇഷ്യൂ വന്ന് മാറി. എനിക്ക് എന്തൊക്കെ അതിന് നിങ്ങൾക്ക് ഒരു വാല്യൂ തരുന്നില്ല നിങ്ങൾ. കൊല്ലംകാർക്ക് ഒരു സന്തോഷ വാർത്ത. ലൈറ്റ് വെയ്റ്റിന്റെ റാണിയായ അൻഷുര ജ്വല്ലേഴ്സ് ആൻഡ് ഋതു ഡയമണ്ട്സ് ഇപ്പോൾ അടൂരും കൊച്ചിയിലും മാത്രമല്ല, കൊല്ലം ചിന്നക്കടയിലും പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഏവർക്കും സ്വാഗതം. അടുത്ത സെഗ്മെന്റ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഫാൻസിന് നിങ്ങളുടെ പ്രോഗ്രാം സീരിയലൊക്കെ കണ്ടിട്ട്, പവിത്രം കണ്ടിട്ട് നിങ്ങളോട് കുറച്ച് കാര്യങ്ങൾ എന്തൊക്കെയോ അവർക്ക് പറയാനുള്ളത്. അതെന്തൊക്കെയാണെന്നുള്ളത് ഞാൻ എഴുതിയെടുത്തിട്ടുണ്ട്, ഞാൻ പറയാം. ഈ കമന്റിലൊക്കെ എന്താണ് പറയാനുള്ളതെന്ന് പറയണം. വേദിയെയും വിക്രമിനെയും ഈ സീരിയലിൽ നിന്ന് മാറ്റിയാൽ ഈ സീരിയൽ കാണുന്നത് ഞാൻ നിർത്തും. ഒരാളുടെ കമന്റ് ആണ്. അങ്ങനെ വളരെ സീരിയസ് ആയിട്ട് കുറെ പേര് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഈ കമന്റ്? പിന്നെ ആണോ? പിന്നെ ആ ഒരു ഇഷ്യൂ വന്നപ്പോ ഞാൻ മാറുന്നു എന്നൊക്കെ പറഞ്ഞ വീഡിയോ ഒക്കെ വന്നപ്പോ മുമ്പ് അങ്ങനെ സംഭവിച്ചിട്ടൊക്കെ ഉണ്ട് പല സീരിയലുകളിലും. അങ്ങനെ മാറ്റുമ്പോ അപ്പൊ അതൊക്കെ കൊണ്ടായിരിക്കാം, കാരണം അവർക്ക് അത് ഉൾക്കൊള്ളാൻ ടൈം എടുക്കുമായിരിക്കും. ഇപ്പൊ എന്താന്ന് വെച്ചാല് അങ്ങനെ ഒരു ഓൾറെഡി ഒരു ഇഷ്യൂ ആയതുകൊണ്ട് എല്ലാരും ഇങ്ങനെ പ്രിപ്പയർ ആയിട്ടിരിക്കുകയാണ്. നമ്മൾ ഇഷ്ടപ്പെടുമ്പോ അവര് മാറും, അവര് മാറും പക്ക. അത് അങ്ങനെ ആയിപ്പോയി അവരുടെ ഇതില്. ആൻഡ് അത് അവർക്ക് അപ്പം അവർക്ക് ഭയങ്കര ഫാൻസ് ആവാനും പേടിയാണ്. ഒരു കപ്പിളുടെ അല്ലെങ്കിൽ ഒരു ആക്ടറുടെ ഭയങ്കര ആയിട്ട് ഫാൻ ഇതിലോട്ട് വരാൻ അവർക്ക് ഭയങ്കര പേടിയാണ്, മാറിയാലോ എന്ന് വിചാരിച്ചിട്ട്. അടുത്ത കമന്റ്, വിക്രമിന്റെ നെഞ്ചു വിരിച്ചുള്ള നിൽപ്പ്, എന്താ ഒരു ഫീൽ. അയ്യോ, ചിരി കണ്ടോ? വിക്രത്തിന്റെ ചിരി കാണണമെങ്കിൽ നമ്മുടെ ഇന്റർവ്യൂല് ഇടയ്ക്കിടയ്ക്ക് നോക്കിയാൽ മതി. ഇത്ര ക്യൂട്ട് ആയിട്ട് എന്താ നാണത്തോടു കൂടിയുള്ള ചിരിയാണെന്ന് നോക്കിയേ. ചിരിക്കാനും അയ്യോ പറ്റുപോയി. ശരി. വേതാളത്തിനെ തൊട്ടാൽ വിക്രമിന്റെ കയ്യിൽ നിന്ന് കിട്ടും മക്കളെ. ഓക്കെ, വേദ ഈ തെമ്മാടിക്കുള്ളതാ. വായിച്ചിരുന്നു. അതുവരെ എത്തിയോന്ന് അറിയില്ല. അല്ല, എന്നെ തൊട്ടാ ഇടിക്കും. അത് ഏത് സ്ത്രീനെ തൊട്ടാലും വിക്രം ഇടിക്കും. അല്ലാതെ വേദയോട് വേദയോട് അങ്ങനെയല്ല. ആരാള് ഇപ്പൊ രാധയെ തൊട്ടാലും ഇടിക്കും. രാധയെ തൊട്ടിട്ട് ഇടിച്ചിട്ടുണ്ട്. അപ്പൊ അങ്ങനെ സുരഭി പോവാന്ന് പറഞ്ഞ നേരത്തല്ലേ, അപ്പൊ ഒരു പോസ്റ്റ് ഇങ്ങനെ വന്നിട്ടുണ്ടായിരുന്നു. എന്താ, ഞങ്ങളുടെ വേദ ഇന്നും വിക്രമാദിത്യന്റെ വേതാളമായിട്ട് ഉണ്ടാവും എന്ന് പറഞ്ഞിട്ടൊരു പോസ്റ്റ് ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. വിക്രമാദിത്യം വേതാളം എന്നുള്ള സാധനം ആളുകൾക്ക് ഭയങ്കര ഉള്ളിലങ്ങ് പതിഞ്ഞിരിക്കും അല്ലേ? ഇനി ശിവാഞ്ജലിക്ക് ശേഷമുള്ള ഏഷ്യാനെറ്റിലെ അടിപൊളി കോംബോ, അതും കേട്ടു. കുറെ പേര് അങ്ങനെ പറയാറുണ്ട്. ഉണ്ട് അല്ലേ? സാന്ത്വനത്തിലല്ലേ അല്ലേ? ഓക്കെ. കാന്താരി എന്താണ്? കലിപ്പനും കാന്താരി ആണോ? കാന്താരി അങ്ങനെയാ പറയുന്നത്. ഓക്കെ. എക്സ്പ്രഷൻ ക്വീൻ വേദ ആണോ? കേട്ടിട്ടില്ലേ? ഉറപ്പായിട്ടും ഭയങ്കര എക്സ്പ്രഷൻസ് ആണ്. അല്ലെങ്കിൽ ഞാൻ എക്സ്പ്രഷൻ ആണ്. ഞാൻ ജനറലി സംസാരിക്കുമ്പോഴും കൈയും കാലും ഒക്കെ ഇങ്ങനെ അങ്ങനെ സംസാരിക്കാറുള്ളത്. സീരിയലിൽ വന്നപ്പോഴും അങ്ങനെ തന്നെ, മൊത്തത്തിൽ എക്സ്പ്രഷൻസ് ആണ്. പാവം പ്രണവ് ആലോചിച്ച് നോക്കിയേ, എന്റെ കാലത്ത് എക്സ്പ്രഷൻ ആണ്. അതിനപ്പുറമാണ്. ഫുൾ കൈയും കാലും ഇട്ടിട്ടാണ്. ഞാൻ എപ്പോഴും എന്റെ ഫ്രണ്ട്സ് ഒക്കെ പണ്ട് പറയായിരുന്നു, എന്നെ പരിചയപ്പെട്ടൊന്ന് സെറ്റ് ആവുന്നവരെ എല്ലാവർക്കും ഒന്ന് ഈ കുട്ടി കുറച്ച് ഓവറല്ലേ ചിന്തിക്കാറുണ്ട് ആൾക്കാര്. പക്ഷെ പിന്നെ അവർക്ക് മനസ്സിലായി ഇതാ ആണ്
ഇതാണ് സ്വഭാവം. അത് കഴിഞ്ഞ് ഞാൻ എന്ത് ചെയ്താലും അറിയാം. ഇപ്പൊ ഞാൻ എന്റെ ഫ്രണ്ട്സിന്റെ കൂടെയൊക്കെ ഇരിക്കുമ്പോ ഞാൻ ഇപ്പൊ ശബ്ദം മാറ്റി സംസാരിച്ചാലും അവർക്കൊരു മാറ്റവും കാണില്ല. അവരിങ്ങനെ അവളെന്തോ വട്ട് ചെയ്യണു, ആ ഒരു ഇതാണ്. അപ്പൊ ഞാൻ എപ്പോഴും വിചാരിക്കും ഞാൻ കല്യാണം കഴിക്കുന്ന ആളൊക്കെ എന്നെ എങ്ങനെ ഹാൻഡിൽ ചെയ്യും, എങ്ങനെ സഹിക്കും നോക്കിയപ്പോ എന്നെ കാട്ടി ഇതൊക്കെ എന്നെ കാട്ടി കടത്തി വെട്ടി ചെയ്യുന്ന ഒരാളാണ് ഞാൻ കല്യാണം കഴിച്ചിരിക്കുന്നത്. അപ്പൊ പിന്നെ ഞാനിപ്പോ അനുഭവിക്കുന്നു. ഞാൻ ചിലപ്പോ ഇത്രക്കൊക്കെ വേണോ? ഓക്കെ, സീരിയലിനകത്തുനിന്ന് പോയ ഒരാളുണ്ടല്ലോ, നമുക്ക് അവരെ കുറിച്ചും കൂടെ പറയണ്ടേ? പ്രഗ്നന്റ് ആയിട്ട് അലീനയുടെ കാര്യം ഞാൻ പറഞ്ഞ പേര് പറഞ്ഞായിരുന്നു. അലീന ഞാനും ഭയങ്കര കമ്പനിയാ, ഭയങ്കര അറ്റാച്ച്മെന്റ്. അപ്പൊ അലീനയുടെ വീട്ടില് ഞങ്ങൾ ഒരു ദിവസം പോയായിരുന്നു അല്ലെ? ഒരു വീഡിയോ നിങ്ങൾ ഇട്ടില്ലേ? പട്ടിക്കുട്ടി, അലീനക്ക് 2 പട്ടിയുണ്ട്. അപ്പൊ നമ്മള് കാണാൻ പോയിരുന്നു. ഭയങ്കര ഇമോഷണൽ ആയിരുന്നു ആ ഒരു ഭയങ്കര ഒരു ആക്ച്വലി ഭയങ്കര സങ്കടമായിരുന്നു. ബ്രേക്ക് എടുക്കാൻ മടിയായിരുന്നു ആൾക്ക്. ബദൻ അതെ, ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ആയതുകൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല. ശരിക്കും വേദയുടെ വീട്, ജഡ്ജിന്റെ വീട്ടിൽ ഷൂട്ട് ഉണ്ടാകുമ്പോ എനിക്ക് ഷൂട്ട് ഉണ്ടാവാറില്ല. ഉണ്ടെങ്കിലും വേദനെ കൊണ്ടാക്കുന്ന സീനോ കൊണ്ടുവരുന്ന സീനോ എന്തെങ്കിലും വഴക്കുണ്ടാക്കുമ്പോൾ വളരെ കുറച്ച് സീനാ. പക്ഷെ എനിക്ക് അന്നത്തെ ദിവസം ഷൂട്ട് ഉണ്ടാവില്ല, എനിക്ക് അന്ന് ബ്രേക്ക് ആയിരിക്കും. പക്ഷെ ഞാൻ രാവിലെ കുളിച്ച് അങ്ങോട്ട് പോകും. എന്നിട്ട് രാവിലെ തൊട്ട് വൈകിട്ട് വരെ അവിടെ ഇരുന്ന് അവരുടെ കൂടെ വർത്താനം പറ. അതുകൊണ്ട് ഭയങ്കര കമ്പനിയാണ്. ഇവിടുത്തെ വീട്ടിലെ പോലെ തന്നെ അവിടുത്തെ വീട്ടിലും കമ്പനിയാണ്. അവരായിട്ട് കോമ്പിനേഷൻ സീൻ ഇല്ലെങ്കിൽ പോലും കമ്പനിയാണ്. അപ്പൊ ഞങ്ങൾ ആ സമയത്ത് വ്ളോഗ് ചെയ്യാറുണ്ട്. അവരൊക്കെ വ്ളോഗൊക്കെ വരാറുണ്ട്. ഇനി അടുത്ത ഒരു സെഗ്മെന്റും കൂടെ. ഈ സെഗ്മെന്റിൽ പെട്ടെന്ന് ആൻസർ പറയണം. ചടപട ആകെ 2-3 ചോദ്യമേ ഉള്ളൂ. ഓക്കെ, ഓരോ ചോദ്യം ഓരോരുത്തരോട് മാറിയിട്ടാണ്. ആ സെന്റൻസിന്റെ ഫസ്റ്റ് ഞാനൊരു കാര്യങ്ങൾ അങ്ങ് പറഞ്ഞ് നിർത്തും. ബാക്കി നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ അതിനങ്ങ് ബാക്കി അങ്ങ് ഫില്ല് ചെയ്തിട്ട് അതിനങ്ങ് വൈൻഡ് ചെയ്യാം. ഓക്കെ, രണ്ടുപേരും പറയണോ? ആദ്യം അല്ല, ഈ ഓരോരുത്തർക്കും മാറിയിട്ടാ. ഫസ്റ്റ് സുരഭിയുടെ അടുത്ത് ചോദിക്കാം. ഡയറക്ടർ എന്നെ വഴക്ക് പറഞ്ഞപ്പോൾ ഞാൻ ചിരിച്ചു. വഴക്ക് പറഞ്ഞപ്പോ ചിരിക്കായിരുന്നു ചെയ്തേ? എനിക്ക് അങ്ങനെ, ഞാൻ കരയാറൊന്നുമില്ല. ഞാൻ വളരെ സ്ട്രോങ് അല്ലേ? ഓക്കെ, റൊമാൻറ്റിക് സീനുകൾ ചെയ്യാൻ എനിക്ക് ഇഷ്ടമാണ്. കൊച്ചു കള്ളൻ എന്റെ അടുത്ത് ഈ ഇടയ്ക്ക് വന്നു, ഇതില് എന്റെ ഫസ്റ്റ് കല്യാണം എനിക്ക് ഇല്ല. എന്റെ ഫസ്റ്റ് എല്ലാം ഫസ്റ്റ് കല്യാണം, ഫസ്റ്റ് ലവർ, ഫസ്റ്റ് എല്ലാം ഫസ്റ്റ് ആയിരുന്നു. എല്ലാത്തിനും ഒരു തുടക്കമാണ് ഇത് അല്ലേ? ഐശ്വര്യപൂർണ്ണമായ തുടക്കമായിരുന്നോ? അടിപൊളി. അടിയും കണ്ടോണ്ട് കാരണം നോക്കിയിട്ട് അതാണ് ഏറ്റവും ഹൈലൈറ്റ്. സമയത്തിന് ഫുഡ് കിട്ടിയില്ലെങ്കിൽ എനിക്ക് സങ്കടവും ദേഷ്യവും വരും. അപ്പൊ സങ്കടം വരുമോ? ദേഷ്യമല്ല, സങ്കടം അല്ല. സുരഭിക്ക് ഒരു പ്രത്യേകത ഉണ്ട്. ദേഷ്യം വരുമ്പോ സുരഭിയുടെ കണ്ണീന്ന് വെള്ളം വരും. ദേഷ്യം വരുമ്പോ കരയാ ചെയ്യാ. എങ്ങനെ പ്രഷർ കുക്കർ പോലെ എങ്ങനെ ദേഷ്യം വന്നിട്ട് പിന്നെ എന്ത് ചെയ്യണോന്ന് അറിയില്ല. പൊട്ടിത്തെറിക്കണോ കരയണോ? അപ്പൊ ഞാൻ കരയും. കരഞ്ഞുകൊണ്ട് ദേഷ്യപ്പെടും. അതുകൊണ്ട് പ്രശ്നം എന്താണ്, ഞാൻ ദേഷ്യപ്പെടുമ്പോ ആരും ആ ദേഷ്യം അറിയാറില്ല. ഈ കരച്ചിലേ അറിയുള്ളൂ. അപ്പൊ ഞാൻ പറയും കോൺസെൻട്രേറ്റ് ചെയ്യും. ഞാൻ ദേഷ്യമാണ് പെടുന്നത്, പക്ഷെ ഞാൻ കണ്ണിന് വെള്ളം വരുന്നുള്ളൂ. ഞാൻ ആദ്യം കാണോട്ടെ ഇങ്ങനത്തെ ഒരാളെ. എന്താ ചെയ്യണ്ടേന്ന് അറിയില്ല. അതെ, ഡിഫറെന്റ് ആയിട്ടുള്ള ഒരാള് തന്നെ. അപ്പൊ അടുത്തത്, പ്രൊഡ്യൂസർ പേയ്മെന്റ് പറഞ്ഞപ്പോൾ എന്റെ മനസ്സിൽ തോന്നിയത് നല്ല പേയ്മെന്റ് ആണോ? ബാർഗൈനൊന്നും ചെയ്യേണ്ടി വന്നില്ല. ഒറ്റയടിക്ക് തന്നെ ഓക്കെ. ഇതാ ഇൻറ്റു 15 days ഡെയിലി പേയ്മെന്റ്. കൊള്ളാം, മാസം അല്ലേ? അങ്ങനെയായിരുന്നു. ഓക്കെ, എന്റെ കഥാപാത്രത്തിന് ഒരു ആക്സിഡന്റ് സംഭവിക്കാൻ പോകുന്നു എന്ന് കേട്ടാൽ അങ്ങനെ പ്രത്യേകിച്ച് സന്തോഷിക്കുന്ന പറയാം. കൊറേ ദിവസം കിടന്ന് അഭിനയിക്കാലോ. എനിക്ക് കൊറേ നേരം നിന്ന് അഭിനയിക്കുമ്പോ എന്റെ കാലൊക്കെ കഴിക്കും. അപ്പൊ നമ്മളെല്ലാ സീനിലും ഞാൻ വിക്രത്തിന്റെ മുറി ഇങ്ങനെ ബെഡ് ഇരിക്കും. ഞാൻ ഫുൾ ഡയലോഗ് നിന്നോണ്ട് പറയണം വിക്രം ബെഡ് ഇരുന്നു. ഞാൻ പറയും വല്ലപ്പോഴും എനിക്ക് എന്നെ ഇരിക്കാൻ സമ്മതിക്കും. ഇന്നലെ പറഞ്ഞു, ചേട്ടാ ഞാൻ ഇരിക്കട്ടെ, നീ അവിടെ നിന്നാ മതി. സത്യം, ഞാൻ ഇന്നലെ ചോദിച്ചു, ചേട്ടാ ഞാൻ അപ്പുറത്തിരുന്ന് സംസാരിച്ചോട്ടെ. ഇല്ല നീ നിന്ന് സംസാരിച്ച. ആള് ഫുൾ ടൈം ഇരുന്ന്. അതുകൊണ്ട് എന്താണ് ടേക്കിന് ഒന്നും വേണ്ടല്ലോ, ഫുൾ ടൈം ഇരുന്നാ പോലെ. ഞാനാണെങ്കിൽ ടേക്കിന് പോയിരിക്കും. അപ്പോഴത്തേക്ക് അവര് പറയും ആ ഓക്കെ റെഡി. പോയിട്ട് പിന്നെ നിൽക്കും. കഷ്ട. ഓക്കെ, ഫൈറ്റ് സീൻ ഷൂട്ട് ചെയ്യാൻ പോകുന്നു എന്നറിഞ്ഞാൽ എനിക്ക് സന്തോഷം. അത്രക്ക് ഇഷ്ടമാണോ? ഭയങ്കര ഇഷ്ടം. ഒരെണ്ണം കൊടുക്കാന്നാണോ ഒരെണ്ണം വാങ്ങാനാണോ? എനിക്ക് ഭയങ്കര ഒരു ത്രില്ലാണ് ആ സാധനം ചെയ്യാൻ. ആഗ്രഹം എന്നൊക്കെ പറയില്ല, അങ്ങനെ സാധനം. ഓക്കെ, ഈ ഇന്റർവ്യൂ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ചോദിക്കാറുണ്ട്,
ഇനി അടുത്ത ഫൈറ്റ് വരുന്നുണ്ടോ? ആ. അതായത് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ് എനിക്ക്. ഭയങ്കര ഇഷ്ടമാണ്, ഭയങ്കര. ഓക്കെ, അടുത്തത്. ഈ ഇന്റർവ്യൂവിന് വിളിച്ചപ്പോൾ ആദ്യം എനിക്ക് തോന്നിയത് എന്താണ് സുരഭിക്ക് വേദിക്ക് തോന്നിയത്? Producer ഞാൻ ഓടി പറഞ്ഞു വന്നിട്ട് എനിക്ക് പറ്റില്ല, എനിക്ക് പയ്യന് വേണം. അപ്പം 2 മണിക്കൂർ ഞാൻ ഈ 2 മണിക്കൂറത്തേക്ക് വേണ്ടിയാണ് കൊച്ചി വരെ വന്നത്. ഇതിനു വേണ്ടി തന്നെ, ഇതിനു വേണ്ടി മാത്രം. കണ്ടോ, അതിനു വേണ്ടിട്ടല്ലേ നമ്മൾ ഇത്രയൊക്കെ സെറ്റ് ചെയ്ത്. ഞങ്ങളുടെ അല്ല, ബട്ട് ഞാൻ എൻജോയ് ചെയ്തു. നമ്മുടെ മൈൽസ്റ്റോൺ വ്യൂവേഴ്സിന്റെ വിഷുവിന്റെ അന്നും, വിഷുവിന്റെ തലേദിവസം, വിഷുവിന്റെ പിറ്റേ ദിവസം ഫുൾ നിങ്ങളാണ് അവരുടെ കൂടെ. അപ്പൊ ഫസ്റ്റ് നമ്മളെ ഫസ്റ്റ് ഇന്റർവ്യൂ നിങ്ങൾ ഒരുമിച്ച് ഒരുമിച്ചുള്ള കണ്ടോ, എന്റെ കംപ്ലീറ്റ് ക്രെഡിറ്റ്സ് മൈൽസ്റ്റോൺ ആണ്. അതിന് മൈൽസ്റ്റോൺ ആണ് നമ്മളുടെ ഫാൻസിന് ഏറ്റവും വലിയൊരു വിഷു സമ്മാനം, ഒരു ഗിഫ്റ്റ് പറയാറുണ്ട്. ഇപ്പൊ പ്രത്യേകിച്ച് വിഷുവിന് നിങ്ങളുടെ എന്തെങ്കിലും ഒരു പ്രോഗ്രാം അപ്പൊ ഞാൻ ഇപ്പൊ ഇന്ന് എനിക്ക് മെസ്സേജ് അയച്ചപ്പോ ഞാൻ അവർക്ക് മെസ്സേജ് അയച്ചു, ഞങ്ങളുടെ ഇങ്ങനെ വിഷു സ്പെഷ്യൽ വരുന്നുണ്ടെന്ന്. അപ്പൊ എല്ലാരും ഭയങ്കര വെയിറ്റിംഗ് ആ ശരിക്കും. ഓക്കെ, അപ്പൊ നമുക്ക് നല്ല സ്പെഷ്യൽ എപ്പിസോഡ് സീരിയലിലൂടെ ഇങ്ങനെയും കൊടുക്കാം പ്രേക്ഷകർക്ക് എല്ലാവർക്കും. ഓക്കെ ഓക്കെ, ഇനി ശ്രീകാന്തിനോടുള്ള ഒരു ചോദ്യം കൂടെ ഉണ്ട്. ഈ ഇന്റർവ്യൂവിന്റെ ഡേറ്റ് ആദ്യത്തെ പറഞ്ഞിരുന്ന ഡേറ്റ് പോസ്റ്റ്പോൺ ചെയ്തപ്പോൾ ദേഷ്യം വന്നു. അതിനുള്ള കാരണക്കാരെന്നറിയോ? അവള് കറങ്ങാൻ പോയില്ല. വേതാളമാണ്, വേതാളക്കാരനാണ്. വേതാളം ഇങ്ങനെ ഡേറ്റ് ചെയ്തിരുന്നില്ല. അപ്പൂസ് ഇങ്ങനെ അങ്ങനെ മാറ്റില്ലേ ശ്രീകാന്ത്? പറഞ്ഞിരുന്നില്ല, സ്റ്റിക്ക് ഓൺ ചെയ്ത്. അല്ല, അത് സുരഭിയോട് ദേഷ്യം വന്നല്ല, ആ ഡേറ്റ് മാറിയപ്പോ ഒരു ഇറിറ്റേഷൻ വരുമല്ലോ, അത് വന്നു. അപ്പൊ അതിന് കാരണം എന്താന്ന് മനസ്സിലായല്ലോ. സുരഭിയാണ് കാരണം. ഇരിക്കട്ടെ, അടുത്താണ് ഞാൻ ദേഷ്യം വന്നാൽ ഞാനും അടക്കി ഈ ഒരു ദിവസം ഓർത്ത്. ഓക്കെ, ശരി. അന്ന് 1 ലക്ഷം രൂപ കളഞ്ഞില്ലേ, സെറ്റായില്ലേ? നമ്മളൊരു ഗെയിം ഷോന് പോയിട്ട് ഇങ്ങോട്ടും അപ്പൊ ടാലിയായി. ഓക്കെ, അപ്പൊ ഇപ്പൊ പ്രൊഡ്യൂസർ അടുത്തൊരു ടാസ്ക് ശ്രീകാന്തിന് തരുന്നുണ്ട്. എന്താണെന്നറിയോ? എന്റെ അടുത്ത് ദേഷ്യപ്പെടാൻ. ഡേറ്റ് മാറ്റിയില്ലേ ഇപ്പൊ, ആ ഡേറ്റ് മാറ്റിയത് എന്തിനാണ് എന്ന് ചോദിച്ചോണ്ട് എന്റെ അടുത്ത് ദേഷ്യപ്പെടാൻ. ശ്രീകാന്തിന് ഫുൾ അഭിനയത്തിന്റെ ടാസ്ക് ആണല്ലോ. അതിപ്പോ ദേഷ്യപ്പെടാൻ പ്രത്യേകിച്ച് ഒന്നും വേണ്ടല്ലോ. ദേഷ്യപ്പെട്ടു ഇങ്ങനെ പേടിപ്പിക്കുന്നു കേട്ടോ, ഞാൻ പെട്ടെന്ന് പേടിച്ചു പോകും. നിങ്ങളൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അതിന് വാക്കിനൊരു വില വേണം, മനസ്സിലായല്ലോ? അതെന്താ ശ്രീകാന്ത്? അതെന്താ ശ്രീകാന്തെന്നോ? ഞാൻ ഷൂട്ട് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞാണല്ലോ നിങ്ങൾക്ക് വേണ്ടിട്ട് 2 ദിവസം അവിടെ സ്റ്റേ ചെയ്യാമെന്ന്, അല്ലേ? ഞങ്ങൾ ഓക്കെ പറഞ്ഞതല്ലേ? ഓക്കെ പറഞ്ഞാ പോരല്ലോ. പിന്നെ ഓക്കെ പറഞ്ഞിട്ട് എന്തായി? 2 ദിവസം കഴിഞ്ഞപ്പോ നിങ്ങൾ പറഞ്ഞു നിങ്ങളുടെ വേറൊരു ഷൂട്ടിന്റെ കാര്യമില്ല. ആർട്ടിസ്റ്റുകൾ ഇങ്ങനെ ഡേറ്റ് മാറ്റിയപ്പോ നമുക്ക് ആ അന്നത്തെ ഡേറ്റിന് ഒരു അപ്പൊ ഞങ്ങളുടെ സമയത്തിന് വിലയില്ലേ ശരിക്കും? അയ്യോ, നിങ്ങളുടെ സമയം മാനിക്കുന്നുണ്ട് നമ്മൾ, അതുകൊണ്ടൊന്നും അല്ല. നമ്മൾ ഓൾറെഡി നേരത്തെ കമ്മിറ്റ് ചെയ്ത് പോയ അവര്. ഞാൻ അതിലൊന്നും വിശ്വസിക്കുന്നു. നമുക്ക് ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് നടക്കണം. അപ്പൊ അല്ലെങ്കിൽ പിന്നെ നമ്മുടെ ടൈമിന് വാല്യൂ ഉണ്ട്. എനിക്ക് ആ 2 ദിവസം പല കാര്യങ്ങളും ചെയ്യാണ്ടാവും. അത് ശരിയല്ലോ, ഒരിക്കലും അത് സമ്മതിക്കാൻ പറ്റുന്ന കാര്യമല്ല. അതുകൊണ്ടല്ല ഇപ്പൊ നമ്മൾ ഒരു ദിവസം വേറെ പല ഷൂട്ടും ചിലപ്പോൾ ടെക്നിക്കൽ, നിങ്ങൾക്കൊക്കെ ഈ ഫീൽഡിലുള്ളവരല്ലേ, നിങ്ങൾക്ക് അറിയാലോ. ഞങ്ങളുടെ ആ തലേദിവസം അന്ന് പ്ലാൻ ചെയ്ത ഷൂട്ട് ടെക്നിക്കൽ ഇഷ്യൂസ് വന്ന് അത് കുറച്ചും കൂടെ തള്ളി പോണ്ടി വന്നു ഒരു ദിവസവും കൂടെ. അന്ന് അങ്ങനെ ഇഷ്യൂ കാരണം അത് നമ്മൾ മാറ്റേണ്ടി വന്നു. തലേദിവസമല്ലേ അത് പറഞ്ഞ എന്റെ അടുത്ത്? അതെ, അത് ലാസ്റ്റ് മിനിറ്റ് ആണ് ആ ഷൂട്ട് അങ്ങനെ ടെക്നിക്കൽ ഇഷ്യൂ വന്ന് മാറി. എനിക്ക് എന്തൊക്കെ അതിന് നിങ്ങൾക്ക് ഒരു വാല്യൂ തരുന്നില്ല നിങ്ങള്. അപ്പൊ നിങ്ങൾ എന്ത് റിസ്ക് എടുത്തിട്ടോ നടക്കുമായിരുന്നു. നിങ്ങൾ എന്ത് റിസ്ക് എടുത്തോ? ഒരു ആങ്കറെ കിട്ടാത്ത അവസ്ഥയൊന്നും ഇല്ലല്ലോ കേരളത്തില്. അപ്പൊ നിങ്ങൾ ആരെങ്കിലും വിളിച്ചിട്ട് ചെയ്യണമായിരുന്നു, അല്ലേ? അല്ല, ശ്രീകാന്തിനെ ഫുൾ ദേഷ്യപ്പെടുത്തി വന്നോണ്ടേയിരിക്കാണ്. എത്ര ഇൻസ്റ്റന്റ് ആയിട്ടാണ് ശ്രീകാന്ത്. ഞാനിവിടെ സംസാരിച്ചോണ്ടിരിക്കുന്നപ്പോഴത്തേക്ക് അവിടെ അഭിനയം തുടങ്ങി. ഞാനൊക്കെ ആണെങ്കിൽ 5 വർക്കിംഗ് ഡേയ്സ് ആലോചിച്ച് എന്ത് പറയണോ, ഒരു സ്ക്രിപ്റ്റ് കാലം ഇതൊന്നുമില്ല. അതാണ് ഒരു ഡ്രാമ തിയേറ്റർ ആർട്ടിസ്റ്റിന്റെ ഗുണാണ്. ഇൻസ്റ്റന്റ് ആയിട്ട് എല്ലാം വരും. സൂപ്പർ. ഓക്കെ, ലാസ്റ്റ് സെഗ്മെന്റ്. ശ്രീകാന്ത് ഒരു തിയേറ്റർ ആർട്ടിസ്റ്റ് ആണെന്ന് എല്ലാവർക്കും അറിയാം. അപ്പൊ ഞാനിപ്പോ ഓരോരോ സ്റ്റൈലിൽ ഓരോ ഡയലോഗ് പറയും. അപ്പൊ അതിനു വേണ്ടി മാച്ച് ചെയ്യുന്ന രീതിയിൽ നമ്മുടെ വേദയുടെ അടുത്ത് അത് പറയണം. ഓക്കെ, അഭിനയിച്ച് കാണിക്കണം. ശ്രമിക്കാം. ഓക്കെ, വേദയും വിക്രമാണ്, ശ്രീകാന്തും സുരഭിയും അല്ല. ഓക്കെ, പ്രപ്പോസ് ചെയ്യണം. ഞാൻ ഈ പറയുന്ന സെന്റൻസ് നോക്കിയിട്ട് വേദയുടെ അടുത്ത് വിക്രം പ്രപ്പോസ് ചെയ്യണം. ഓക്കെ, പവിത്രത്തിലെ വിക്രമിന്റെ സ്റ്റൈലില് ഒന്ന് പ്രപ്പോസ് ചെയ്തേ. വേതാളം, എന്താ പതിവില്ലാതൊരു സന്തോഷം? അമ്മ ഉറങ്ങിയോ? എൻ്റെ അമ്മ കമലാമ്മ. ഈയിടെയായിട്ട് എനിക്ക് നിന്നോട് കുറെ ഇഷ്ടമൊക്കെ തോന്നി തുടങ്ങിയിട്ടുണ്ട്. നീ അങ്ങനെ ഊന്നൊന്നും പറയണ്ട. അതുകൊണ്ട് ഞാനത് നിന്നെ പ്രണയിച്ചാലോ എന്നൊന്ന് ആലോചിക്കുന്നു. അങ്ങനെ സ്വന്തമായിട്ട് ആലോചിച്ചാൽ മതിയാവും.
അതെന്താ സ്വന്തമായിട്ട് ആലോചിക്കാൻ പാടില്ലേ? അല്ല ആലോചിച്ചോളൂ, അതിന് എനിക്ക് ഇൻട്രസ്റ്റ് ഉണ്ടോ എന്ന് ചോദിക്കണ്ടേ? എനിക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ നീ പറ. ഇല്ല. അല്ല അങ്ങനെ പറയാൻ എനിക്കിപ്പോ പ്രേമിക്കാൻ തോന്നുന്നു, നീ പ്രേമിച്ചേ പറ്റൂ. ഓക്കെ, അടുത്തത് സ്റ്റേജ് ഡ്രാമയുടെ സ്റ്റൈലില്. സ്റ്റേജിൽ ഇപ്പൊ ഡ്രാമ പെർഫോം ചെയ്യുകയാണെങ്കിൽ ഞങ്ങൾ അങ്ങനെ ഉള്ള നാടകങ്ങളൊന്നുമല്ല, വളരെ റിയലിസ്റ്റിക് ആയിട്ടുള്ള നാടകങ്ങളെ കളിക്കാറ്. എന്നാലും ഒരു എന്തായാലും കുറച്ചൊരു ഡ്രാമാറ്റിക് ആയിട്ട് ചെയ്യണം എന്നല്ലേ ഉദ്ദേശിക്കുന്നത്. അതെ. വേദ, എന്തോ എന്തൊക്കെയുണ്ട് വിശേഷം? സുഖം. ഞാൻ നിന്നോടൊരു കുറെ കാലമായിട്ടൊരു കാര്യം പറയണമെന്ന് വിചാരിക്കുന്നു. എന്ത് കാര്യമാണത്? ആ കാര്യം എന്താന്ന് വെച്ചാ, അമ്മ ഉറങ്ങിയോ? അമ്മ ഉറങ്ങി. ഉറങ്ങി, ഓക്കെ. സംഭവം നീ ഒരു ശല്യമാണെങ്കിലും എനിക്ക് ഇപ്പൊ എനിക്ക് നിന്നോട് എന്തോ വലിയ ഇഷ്ടമൊക്കെ തോന്നുന്നു. അതുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ ഇനി ഒരുമിച്ച് ജീവിക്കാവുന്നതാണ്. വിക്രം, വിക്രം, ഇത് സീരിയൽ സ്റ്റൈലായി, സീരിയൽ സ്റ്റൈൽ ഇട്ടതാ. നാടകം എന്ന് പറയുമ്പോ എല്ലാരും മനസ്സിൽ വിചാരിക്കുന്ന ഒരു പ്രൊഫഷണൽ മീൻസ് നമ്മള് പൂരപ്പറമ്പിലൊക്കെ ഒരു പ്രൊഫഷണൽ നാടകം എന്നുള്ളൊരു കുറച്ചും കൂടെ അതുണ്ട്, അതിൽ കുറച്ചും കൂടെ ലൗഡ് ആയിരിക്കും, ഉറക്കെയാണ് സംസാരിക്കും. പക്ഷെ നമ്മളൊക്കെ പഠിച്ചത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിയേറ്റർ കുറച്ചും കൂടെ വേറെ ഒരു പാറ്റേൺസ് ആണ്, കുറച്ചും കൂടെ റിയലിസ്റ്റിക് ആയിട്ടുള്ള. എന്നാ പോലും ഈ പറഞ്ഞ പോലെ സൗണ്ട് തിയേറ്റർ ക്ലോസ് എന്ന് പറഞ്ഞ പരിപാടി ഇല്ലല്ലോ. കാരണം ഇത് ഇത്രയും വലിയൊരു വൈഡ് ഓഡിയൻസ് അല്ലേ ഇരിക്കുന്നത്. അപ്പൊ അങ്ങേയറ്റത്ത് ഏറ്റവും ലാസ്റ്റിൽ നിൽക്കുന്ന ആൾക്കും നിങ്ങളുടെ കണ്ണിലെ ഫേഷ്യലും എക്സ്പ്രഷൻ കിട്ടണം. ഒന്ന് ഇളകിയിട്ടൊക്കെ ചെയ്യേണ്ടി വരും. ഇങ്ങനെ. ഓക്കെ, ഇനി അടുത്തത് ഒരു യൂട്യൂബ് വ്ളോഗറിന്റെ സ്റ്റൈലില്. ഇതൊക്കെ ഞാൻ എങ്ങനെ പറയും, എന്നെ ട്രോളി കൊല്ലുന്നു. ഇരിക്കട്ടെ, നിങ്ങൾ ഇനി അങ്ങോട്ട് വിക്രത്തിന്റെ ടൈമാ. വിക്രം അങ്ങ് യെസ്, അവരുടെ ഒരു സ്റ്റൈൽ അറിയാലോ. ഹലോ, എന്താ? ഹായ് വേദ, ഇത് വിക്രം. ഞാനൊരു കാര്യം പറയാനാണ് വന്നിരിക്കുന്നത്. അപ്പോ ഞാൻ വിക്രം, ഞാൻ വേദയോട് ഒരു കാര്യം പറയാൻ പോവുകയാണ്. ഹായ് വേദ, ഞാൻ വിക്രം, ഇതെന്റെ യൂട്യൂബ് ചാനലാണ്. അപ്പൊ ഞാൻ ഒരു കാര്യം പറയാണ്. കമലാമ്മ ഉറങ്ങിയെന്ന് ഞാൻ വിചാരിക്കുന്നു. നീ എനിക്ക് വേണ്ടി ഇപ്പോഴും വെയിറ്റ് ചെയ്യാണല്ലേ? ഓക്കെ, അപ്പോ അമ്പലത്തിൽ വെച്ച് ഞാൻ നിന്റെ കഴുത്തിൽ താലി കെട്ടി, അത് നിങ്ങളും കണ്ടതാണ്. അപ്പോൾ ഞാൻ എന്തായാലും അത് അംഗീകരിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ എന്തായാലും ഞാൻ ഇന്ന് അംഗീകരിക്കാൻ പോവാണ്. അപ്പോൾ ഈ ഇതിന്റെ ബാക്കി വീഡിയോ അടുത്ത എപ്പിസോഡിൽ കാണാം. അടുത്ത എപ്പിസോഡിലായി പോയി. ഓക്കെ, അടുത്തത് നമ്മുടെ ലാലേട്ടന്റെ സ്റ്റൈൽ. നമുക്ക് ഗാഥാജൻ പറഞ്ഞ ഐ ലവ് യു പറയിപ്പിക്കാം കേട്ടാ. ഐ ലവ് യു പറ, ഐ ലവ് യു വിക്രം എന്ന് പറ. ഇരിക്കട്ടെ. വെള്ളമടിച്ച് കോൺ തിരിഞ്ഞ് വീട്ടിൽ വന്ന് കയറുമ്പോൾ ചുമ്മാ കാലുമടക്കി തൊഴിക്കാനും, തുലാവർഷ രാത്രിയിൽ ഒരേ പുതപ്പിനടിയിൽ സ്നേഹിക്കാനും, ഒടുവിലൊരു നാൾ വടിയായി തെക്കേ പറമ്പിലെ പുളിയന്മാവിൻ്റെ ചുവട്ടിൽ എരിഞ്ഞു തീരുമ്പോൾ നെഞ്ചും തല്ലിക്കരയാനും ഈ വിക്രമാദിത്യനൊരു വേതാളത്തെ വേണം. പറ്റുമെങ്കിൽ കയറിക്കോ. സോറി, ലാലേട്ടനായോണ്ട്. സൂപ്പർ 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 സൂപ്പർ. ഇത്രയും നിങ്ങളുടെ അടുത്ത് കുറെ നേരം ചോദ്യം ചോദിച്ചു. എന്റെ തൊണ്ടയ്ക്കൊന്നും ഒരു ഇത്, ഞാൻ കുറച്ച് വെള്ളം ഒന്ന് കുടിച്ചോ. വെള്ളം കിട്ടും ഞങ്ങൾക്ക് കുറച്ച് വെള്ളം നമുക്ക്. സുരഭി ഫ്രീ ആണോ? എനിക്കൊരു ഹെൽപ്പ് ചെയ്യാൻ അറിയാന്. തേക്കല്ലോ, ഇരുന്നോ? അല്ലെ എന്താ സുരഭി, എനിക്ക് പരിചയമുള്ള ഒരു
ഒരു സെക്കൻഡ് കട്ടായി. എനിക്ക് പരിചയമുള്ള ഒരു ലേഡി ഉണ്ട്, രാജി എന്നാ പേര്. അവരിപ്പോ എന്തോ ഇത് എന്തോ കുറച്ച് ഫാമിലി ഇഷ്യൂസിലാണ്, ഡിവോഴ്സ് എന്തെങ്കിലും ഇത് നിൽക്കുകയാണ്. അപ്പൊ ഇവരുടെ ഹസ്ബൻഡ് എന്തോ പറഞ്ഞിട്ട് ഭയങ്കര സ്ട്രോങ് ആയിട്ട് അവർക്ക് ഡിവോഴ്സ് വേണം എന്ന് പറഞ്ഞിട്ട് ഭയങ്കര പ്രശ്നത്തിൽ എന്തോ നിൽക്കുകയാണ്. അപ്പൊ ഇവർക്ക് ഇതിന്റെ ലീഗൽ സൈഡ് എന്തോ ഞാൻ പറയാം ചേച്ചി, ഞാൻ വിളിച്ചു തന്നാ മതി, കണക്ട് ചെയ്ത് ഞാൻ സംസാരിച്ചു. അവർക്ക് ലീഗൽ സൈഡിൽ എന്താ അത് ചെയ്യണ്ടേ, അപ്പൊ അത് ചോദിക്കാൻ എന്നെ കുറേ നേരം കണ്ടിന്യൂസ് വിളിച്ചുകൊണ്ടിരിക്കണ്ടേ. ഓക്കെ ഓക്കെ. അപ്പൊ അവർക്കൊരു സെക്കൻഡ് ഇതൊന്ന് സംസാരിച്ചോട്ടെ. റേഞ്ചോ? ഹലോ രാജി. നമസ്കാരം രാജി, ഞാനാ രമ്യാണ്. ഞാൻ കൊടുക്കാം, ഞാൻ പറഞ്ഞില്ല ഞാൻ ചോദിക്കാന്ന്. അപ്പൊ സുരഭി സംസാരിക്കാന്ന് പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഫോൺ കൊടുക്കാം, ചോദിച്ചോ? കൊടുത്തോളൂ. ആ ശരി, ഓക്കെ. രാജി എന്നാണ് പേര്. ഹലോ. ചേച്ചി നമസ്കാരം. നമസ്കാരം. ചേച്ചി എൻ്റെ പേര് വെട്ടില് രാജി എന്നാണ് കേട്ടോ പേര്, ഒരു വട്ടപ്പേരാണ്. വേറെ എന്നെ അങ്ങനെ അറിയപ്പെടുന്ന കേട്ടോ. എൻ്റെ സ്ഥലം കല്ലറയാണ്, കല്ലറ. ഓക്കെ. ഞാൻ സീരിയലൊക്കെ കാണാറുണ്ട് കേട്ടോ, വളരെ നന്നായിട്ടുണ്ട്. നമ്മളെ എല്ലാവരും കാണാൻ കേട്ടോ. ചേച്ചി കാണാൻ പിന്നെ പ്രത്യേക ഒരു ക്യൂട്ട്നെസ്സാ കാണാനേ. ആണോ? താങ്ക് യു സോ മച്ച്. ഞാൻ വിളിച്ചത് ഇപ്പൊ ഒരു സഹായത്തിന് വേണ്ടിയിട്ടാണ് വിളിച്ചത്. ഞാനും എൻ്റെ ഹസ്ബൻഡുമായിട്ട് ചെറിയൊരു വിഷയത്തിലാണ് കുറച്ച് നാളുണ്ടേ. അപ്പൊ ചേച്ചി വക്കീലും കാര്യങ്ങളൊക്കെ ആയിട്ടല്ലേ, അപ്പൊ എനിക്ക് എന്തെങ്കിലും ഒരു സഹായം ചെയ്യാൻ ഒരുപാട് പേര് ഞാൻ ഇങ്ങനെ സമീപിച്ചായിരുന്നു, പക്ഷെ എല്ലാരും കൈയൊഴിഞ്ഞു. ഹലോ. ഓക്കെ. ഇത് ഞാൻ ഇപ്പൊ എനിക്ക് ചിലപ്പോഴൊക്കെ സംസാരിക്കാൻ പറ്റില്ല. ഞാൻ ചേച്ചീൻ്റെ അടുത്ത് എൻ്റെ നമ്പർ തരാൻ പറയാം. അതെന്താ സംസാരിക്കാൻ പറ്റാത്ത? ശ്വാസം മുട്ടുണ്ടോ? ഇപ്പൊ ഞാൻ ഇന്റർവ്യൂവിന്റെ ഇടയിലാണ്. അതാണ് ഇന്റർവ്യൂവിന്റെ ഇടയിൽ ശ്വാസം മുട്ടുന്നുണ്ടോ? ഇല്ല. പിന്നെന്താ സംസാരിക്കാൻ പാടുന്നില്ല. എന്നുവെച്ചാല് ഞാനും എന്റെ ഹസ്ബൻഡ്, എന്റെ മാപ്പിളയായിട്ട് ചെറിയ വിഷയമായിട്ട് ഇരിക്കുകയാണ്, ഭയങ്കര വിഷയമാണ്. കാരണം എന്ന് വെച്ചാല് ഈ പുള്ളി നമ്മളെ വീട്ടിൽ എന്നും മുട്ട ആവിക്കും കേട്ടോ, മുട്ട ആവിക്കും. പക്ഷെ മഞ്ഞക്കറി പുള്ളി എനിക്ക് തരത്തില്ല, പുള്ളി തിന്നും. ഓക്കെ. ഇതിനൊരു തീരുമാനം ഉണ്ടാകും, എനിക്ക് ഒന്ന് ഡിവോഴ്സ് വേണം. ഞാൻ ഒരുപാട് വക്കീലന്മാരോട് സംസാരിച്ചു, പക്ഷെ ഇവർ പറഞ്ഞ് മഞ്ഞക്കരുവിൻ്റെ കാര്യത്തിൽ നിങ്ങൾ സ്വന്തമായിട്ടൊരു തീരുമാനം എടുക്കുക എന്നാണ് പറഞ്ഞേക്കുന്നത്. എനിക്ക് മുട്ടയുടെ വെള്ളം മാത്രമേ കിട്ടത്തുള്ളൂ, മഞ്ഞക്കരു ഇങ്ങനെ തിന്നും. ആണോ? എനിക്കാണെങ്കിൽ മഞ്ഞക്കരു എന്ന് വെച്ചാൽ ജീവനാണ് കേട്ടോ. സുരഭി ചേച്ചി വിചാരിച്ച എന്റെ മഞ്ഞക്കരുവിനൊരു തീരുമാനം ഉണ്ടാക്കി തരാൻ പറ്റുമോ? അത് അത്രയും വലിയൊരു കാര്യമാണോ? അത് സംസാരിച്ച് തീർക്കാൻ മഞ്ഞക്കരു അത്രയും വലിയൊരു സാധനമല്ല, ചെറിയൊരു സംഭവമാണ്. പക്ഷെ എനിക്കത് വലിയ സംഭവമാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ആണോ? ഓക്കെ. ചേച്ചിക്ക് ഇഷ്ടമാണോ മുട്ടയുടെ മഞ്ഞക്കരു? കുഴപ്പമില്ല, ഞാൻ കഴിക്കാറുണ്ട്. കൂടുതലുണ്ടാ മൂക്കുരു വരും, മുഖത്തിൽ കുരു വരും കേട്ടോ. കൂടുതൽ കഴിക്കണ്ട കേട്ടോ, നിങ്ങൾ അഭിനയിക്കുന്ന ആളല്ലേ, അപ്പൊ ഒരുപാട് കഴിക്കരുത്. അപ്പൊ എനിക്ക് ഡിവോഴ്സ് മേടിച്ച് തരുമോ? ഡിവോഴ്സ് കോമഡിയാണോ? ചിരിക്കുന്ന എന്തിനാ? നിങ്ങൾ വക്കീലായിട്ടല്ലേ ചോദിച്ചേ? അത് ആക്ച്വലി ഈ ഒരു ചെറിയ വിഷയത്തിന് നമുക്ക് ചിലപ്പോൾ ഡിവോഴ്സ് കിട്ടുമെന്ന് വരില്ല. ഈ കല്ലറ പഞ്ചായത്തിൽ ഇനി ഇത് ഭയങ്കര വിഷയമായിട്ട് മാറും എനിക്ക്, എന്റെ മുട്ടേരെ മഞ്ഞക്കരുവിന്റെ കേസിൽ കേട്ടോ. തിരുവനന്തപുരം മൊത്തത്തിൽ ഇളവും. സെക്രട്ടേറിയറ്റിൽ ധർണ ഞാൻ ചെയ്യും. ഞാൻ മഞ്ഞക്കരുവിന് വേണ്ടി ഞാൻ സെക്രട്ടേറിയറ്റിൽ ധർണ വരെ നടത്തും. അല്ല, ഇപ്പൊ പ്രശ്നം വെച്ചാൽ ഇപ്പൊ ഇത് ഈ ഒരു പ്രശ്നം വെച്ചാൽ മഞ്ഞക്കരു തന്നെയാണ് പ്രശ്നം. ആ ഒരു വിഷയം വെച്ച് നമ്മൾ കോടതിയിൽ പോയാൽ ചിലപ്പോ കിട്ടിയെന്ന് വരില്ല. ജഡ്ജിയുടെ നമ്പർ തരുമോ? ഞാൻ തരാൻ പറയാം. ഞാൻ ചേച്ചീൻ്റെ അടുത്ത് തരാൻ പറയാം നമ്പർ, എന്നിട്ട് നമുക്ക് സംസാരിക്കാം ഇതിനെ പറ്റി. ജഡ്ജിക്ക് വെച്ചാല് മാക്സിമം സംസാരിച്ച് സോൾവ് ചെയ്യാൻ. അല്ല സുരഭി ചേച്ചി, ഈ ജഡ്ജിക്ക് മഞ്ഞക്കരു ഇഷ്ടം അല്ലെങ്കിലോ? ചേച്ചി എന്താ ഇവിടെ തപ്പണേ? ഒന്നും സംസാരിക്കതെന്താ? ഹലോ. ഞാൻ സംസാരിക്കാം, ഞാൻ വിളിക്കാം. ശ്വാസം മുട്ടുന്നുണ്ടല്ലേ, ചെറുതായിട്ട് വീർക്കുന്നുണ്ടല്ലേ? ശ്വാസമല്ല, ശ്വാസ തടസ്സം ഉണ്ടല്ലേ, ഒരു ചെറിയ തൊണ്ടൊന്ന് കാറുന്നുണ്ടല്ലേ? അത് ചെറുതായിട്ട്, അത് ട്രാവൽ ചെയ്തതിന്റെ. അപ്പൊ ഒരു കാര്യം ചെയ്തത്, മഞ്ഞക്കരുവിൽ കുരുമുളക് കൂടി ഇട്ട് കഴിച്ചാ മതി. ഞാൻ ചെയ്യാം. അപ്പൊ എനിക്ക് ഡിവോഴ്സ് വാങ്ങി തരുമോ? ഞാൻ ശ്രമിക്കാം. ഞാനിപ്പോൾ പ്രാക്ടീസ് ചെയ്യുന്നില്ല, അപ്പോൾ ഞാൻ പ്രാക്ടീസ് ചെയ്യുന്ന ആരെങ്കിലും കൊണ്ട് ഞാൻ കണക്ട് ചെയ്യാം. അപ്പം ഇതൊന്ന് പറഞ്ഞാൽ മതി, നമുക്ക് നോക്കാം. എനിക്കാണെങ്കിൽ ഇതാ കോണം വന്നിരിക്കുകയാണ് കേട്ടാ, ഞാൻ തിരുവനന്തപുരം ഭാഷയിലാണ് സംസാരിക്കുന്നേ. ഞാൻ ഉണ്ടാക്കി തരാം 100%. ഞാൻ ആരെങ്കിലും കണക്ട് ചെയ്തിട്ട് നമുക്ക് ഇതിനൊരു സൊല്യൂഷൻ കണ്ടുപിടിക്കാം. കണക്ട് ചെയ്യാൻ പറ്റിയ ഒരാളുണ്ട്, പ്രജിത്ത് എന്ന് പറയും. പ്രജിത്ത് കൈലാസം എന്ന് പറയും, ഒരു പാവപ്പെട്ട ഒരു കലാകാരനാണ്.
ഇതെന്താ പ്രാങ്ക് എനിക്ക് ഫീൽ ചെയ്തായിരുന്നു. ഞാൻ മിണ്ടാ ഇതൊന്നും പറയാനും പറ്റില്ല. ആ എന്താ ഞാനും മഞ്ഞക്കറി കഴിക്കൂല കേട്ടോ, അച്ഛൻ കഴിക്കൂല. ആ ഇവര് പറഞ്ഞു ഒരു ചെറിയൊരു പണി കൊടുക്കണമെന്ന് പറഞ്ഞ് അങ്ങനെ പെട്ടെന്ന് വിളിച്ചൊരു കോളായിരുന്നു. ഞാൻ പ്രോഗ്രാമിന്റെ ഇടയിലായിരുന്നു, അതിന്റെ ഇടയിലാണ് ഈ കോള് വിളിച്ചത്. ആ എനിക്ക് മനസ്സിലായി. അല്ല പറയാൻ പറ്റില്ലേ, ചിലവർക്ക് ഇതൊക്കെ ഭയങ്കര സീരിയസ് കാര്യമാണ്. നമ്മള് ചിരിച്ചെന്ന് പറഞ്ഞിട്ട് അവര് വിചാരിക്കും നമ്മള് സീരിയസ്. ഡിവോഴ്സ് വേണമെന്ന്. എന്റെ ഹസ്ബൻഡ് എന്നെ മഞ്ഞക്കരു വയ്ക്കാൻ സമ്മതിക്കില്ല, അത് മുട്ടയുണ്ട്. ആ ഞാൻ ഇവിടുന്ന് അങ്ങോട്ട് പോകുമ്പോ വളരെ സീരിയസ് ആയി സംസാരിച്ചോണ്ടിരുന്ന കുട്ടിയാ. തിരിച്ചു വന്നപ്പോ എന്നെ തോണ്ടുന്ന ഇടയ്ക്ക് കേരള ചരിത്രത്തിൽ ആദ്യമായിരിക്കും മുട്ടയുടെ മഞ്ഞക്കരുവിന്റെ പേരിൽ ഒരു കേസ് കോടതി. ഞാൻ അതന്നെ ഞാൻ പറഞ്ഞത്, എനിക്കിത് ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ല. ഇത് ഹാൻഡിൽ ചെയ്യണം ആരെങ്കിലും ഞാൻ കണ്ടുപിടിച്ചു തരും. ഒരു കംപ്ലീറ്റ്ലി ഒരു പ്രാങ്ക് കോൾ ആയിരുന്നു. പറ്റിക്കാൻ പറ്റിയില്ല. ഓ ശരിയായിട്ടോ, താങ്ക് യു. എന്തായാലും ഒരുപാട് വർക്കുകൾ കിട്ടട്ടെ, സിനിമയിൽ കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു സോ മച്ച്. ഒരുപാട് സന്തോഷം ചെയ്യാം. താങ്ക് യു. ആ താങ്ക് യു ചേട്ടാ. അല്ല ഇത് ശരിക്കും ഒരു പ്രാങ്ക് കോളാണ്. ഇതൊക്കെ നമ്മൾ ഇങ്ങനെയൊക്കെ ചെയ്യണോ അപ്പൂസ്? എന്തിനാ ഇങ്ങനെയൊക്കെ എല്ലാ ഗസ്റ്റിനെയും വിളിച്ച്? ഇതൊരു ക്ലീശയല്ലേ? ഇതൊക്കെ എന്തിനാ ഇപ്പോഴും ചെയ്യണം? ഇവരെ വിളിച്ചിരുത്തി വളരെ സീനിയർ ആയിട്ട് അവര് നോക്ക് എത്ര ഇതായിട്ടാ സുരഭി സംസാരിച്ച ആദ്യമൊക്കെ ഭയങ്കര സീരിയസ് ആയിട്ട് ചിന്തിട്ട് അവസാനം അവരെ വിളിച്ചു വരുത്തി ഇങ്ങനെ പറ്റിക്കുന്നൊക്കെ. ഇങ്ങനത്തെ പ്രാങ്ക് ഒക്കെ എന്തിനാ ചെയ്യണേ? ഇതൊക്കെ എത്ര നാളായിട്ട് എല്ലാരും ചെയ്യണതാ. ഇനി നിങ്ങൾ എന്തിനാ ഇതിങ്ങനെ ചെയ്തോണ്ടിരിക്കണേ വെറുതെ? എന്ത് പാർട്ട് ഓഫ് ദ ഷോ? നമ്മളൊരു വിഷുവിന്റെ മൂഡില് വിഷുവിന്റെ ഇതിങ്ങനെ ചെയ്തോണ്ടിരിക്കുമ്പോ ഇതിനിടയിലേക്ക് ഇങ്ങനത്തെ ഒക്കെ ഓരോന്നും ചെയ്യണത്. എന്താ ആൻസർ ഒന്നും പറയാതെ പോണേ? എനിക്ക് ഇഷ്ടമായില്ല. നമുക്കൊരു ബ്രേക്ക് എടുത്തിട്ട് നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. ഞാനൊരു ബ്രേക്ക്. ഇത് എന്താ ഇങ്ങനെയൊക്കെ ഇവർ ചെയ്യണേ? അപ്പൂസ് എവിടെ? എന്താ സൂരഭിക്ക് എന്ത് ഫീൽ ചെയ്യും? സൂരഭിക്ക് എന്താ ഫീൽ ചെയ്യും ഇങ്ങനെയൊക്കെ? അവർക്ക് കുഴപ്പമുണ്ടല്ലോ. ഇല്ല ഇത് എനിക്ക് മൊത്തത്തിൽ കൺഫ്യൂഷൻ. ഇല്ല പ്രശ്നമൊന്നും ഇല്ല കേട്ടോ. അയ്യോ ഇതാ പോവാ. എനിക്കെന്താ എനിക്ക് കുട്ടേന്റെ മഞ്ഞക്കുരുന്ന്. ഇതിനകത്ത് എന്താ ഉള്ളേ? ഇതിനകത്ത് എന്ത് കിട്ടാതെ? അല്ല സുരഭി ഓക്കെയാണോ? ഇതൊക്കെ എന്ത് കുഴപ്പമൊന്നുമില്ല. എന്റെ ഹസ്ബൻഡ് ഒക്കെ ഇതിനെക്കാട്ടി വലിയ പ്രാങ്ക് ചെയ്തിട്ടുണ്ട്. പുള്ളി എന്തൊക്കെ പ്രാങ്ക് എന്നെ കരയിപ്പിച്ചിട്ടുണ്ട് പ്രാങ്ക് ചെയ്തിട്ട്. അപ്പൊ ഇതൊന്നും ഒന്നും അല്ലാന്നോ? പക്ഷെ എനിക്ക് ഒട്ടും ഇഷ്ടമായില്ല ഇപ്പൊ ചെയ്തത് ഇങ്ങനെ. അതൊക്കെ സുരഭി ഇപ്പൊ നമ്മൾ എന്ത് വിചാരിക്കുമെന്ന് ആലോചിച്ചിട്ട് ഇങ്ങനെ പറയണതല്ലേ? കുഴപ്പമില്ല. അല്ല ആക്ച്വലി സത്യം പറഞ്ഞാ ഇത് പറഞ്ഞപ്പോ ഞാൻ വിചാരിച്ചു ചേച്ചിക്ക് എന്താ പറയാ എന്തോ. ബട്ട് ചിലവരുണ്ട് അവരുടെ പ്രശ്നം അവർക്ക് വലിയ സീരിയസ് ആണ്. നമുക്ക് കേൾക്കുമ്പോ കോമഡി ആയിട്ട് തോന്നുമെങ്കിലും ഒരു പട്ടീനെ ചൊല്ലി ഡിവോഴ്സിന് വന്നിട്ടുണ്ട് എന്റെ അടുത്ത്. ആണോ? ഒരു പട്ടീന്റെ കാര്യം. ഒരു പട്ടീനെ വെച്ചിട്ട് അടി തുടങ്ങി, അത് മിസ്അണ്ടർസ്റ്റാൻഡിങ് ആയി, പിന്നെ ഡിവോഴ്സ് ആയി, പിന്നെ പട്ടി ആരുടെ കൂടെ പോകുന്നു പറഞ്ഞ അടിയായി. അപ്പൊ നമ്മൾ വിചാരിക്കും പട്ടീനെ ഇപ്പൊ ഇവിടെ ചെയ്തത് ഫുൾ പ്രാങ്കാണ് സുരഭി. ഈ ശ്രീകാന്തിന് എല്ലാം അറിയാം. ആ മനുഷ്യന് അത് എനിക്ക് വലിയൊരു വരെയുള്ള പ്രാങ്ക് പരിപാടി എല്ലാം ശ്രീകാന്തിന്റെ കൈയാണ് ഇതിന്റെ പിന്നില്. ആണോ? ശ്രീകാന്ത് ഇട്ട് പണിത ഒരു പണിയാണ്. എന്നെ കൊണ്ട് ഇപ്പൊ പുറത്തിറക്കി വിളിച്ചതും പ്രാങ്കാണ്. ആ കോൾ വന്നത് ഇതില് വന്നതും പ്രാങ്കാണ്. ഇതെല്ലാ സംഭവങ്ങളും മൊത്തം സ്വരൂപിച്ചിട്ടുള്ള ഒരു എന്താ പറയാ വിഷു കെണിയായിരുന്നു. വിഷു കെണി തന്നെ.